ഓടിവാ ഓടിവാ. പ്രിയ സുഹൃത്തുക്കളെ, ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഏടാ ഇവൻ പൊളിക്കുന്നു. ഇവര് വൻ പവർ. ഹലോ, പേരെന്താ? എന്റെ പേര് സൂര്യജിത്ത് സുരേഷ്. സൂര്യജിത്ത് കോട്ടയംകാരുടെ പവർ കണ്ടോ? ഇതൊക്കെ പറഞ്ഞു നിന്ന് എന്തും ചെയ്യാൻ റെഡിയാണ്. അത് ഉറപ്പായിട്ടും ഇവർക്ക് കൊടുക്കുന്നതിലും കുറച്ചും കൂടെ 2 മടങ്ങ് കൈകളും കൂടെ എനിക്ക് തരണം. ഒരു റിക്വസ്റ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, എന്റെ വീട് ഇവിടെ കുറവലങ്ങാടിനടുത്തുള്ള കുറവലങ്ങാണ്ടും മരങ്ങാട്ടുപള്ളിക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ആരെങ്കിലും ഉണ്ടോ? കുറവലങ്ങാട്ടുകാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഏറ്റുമാനൂരുകാരുണ്ടോ? ഏടിക്ക്. താങ്ക് യു. ആ, ഞാനിവിടെ ചേച്ചിക്ക് പേരാകാൻ വന്നതാണ്. അപ്പൊ ആദ്യം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മിമിക്രി. ഇവന് ഫുൾ അറിയാവുന്ന തോന്നുന്നു. നോക്കട്ടെ, കേക്കട്ടെ, നമുക്കൊരു സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബാലച്ചേട്ടന്റെ വോയിസ് എടുക്കാം. ബാലച്ചേട്ടൻ എല്ലാവർക്കും അറിയത്തില്ലേ? അതല്ല, ഇത് വേറെ ബാലച്ചേട്ടൻ. സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ബാലച്ചേട്ടൻ ഇവിടെ വരുക. ഓക്കെ. എല്ലാവർക്കും വണക്കമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇരിക്കുന്ന ആളൊക്കെയുണ്ടോ? ശ്വേത ചേച്ചി, തക്കുടി മോൾ ശ്വേത ചേച്ചി നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ആയില്ലേ? അതിൽ എനിക്ക് ഈഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ പുതിയൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. തങ്കച്ചി അസോസിയേഷൻ. അതിൽ വരുമോ പ്രസിഡന്റൊക്കെ? പിന്നെ അവിടെ ആനിച്ചേച്ചി അവിടെ എന്നെ കുക്കറി ഷോ. ഇത് പായസം കുക്കറി ഷോ. ആനീസ് കിച്ചൺ. ആ പേരാണോ ചോദിച്ചത്? അതിൽ ഒരു ഈഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ ഒരു പരിപാടിയുണ്ട്, ബാലാസ് കിച്ചൺ. വരുമോ? പിന്നെ ഞാനൊരു പാട്ട് പാടട്ടെ. ശ്രുതി ശരിയാകുമോ? ഒരു ശ്രുതി. ചെമ്പകപ്പൂങ്കാറ്റിലെ ചിത്രമണി പോയികയിൽ കണ്ടു നാനൊന്ന് ശ്വേതാമേനോന്. എപ്പടി? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ബാലകരയുടെ പേരാകാൻ കൊള്ളുവോ? അത്രയും കൊള്ളില്ല, കുഴപ്പമില്ല. എനിക്ക് കോമഡിയൊന്നും ഇല്ല. ഓ, എന്നാ പിന്നെ നമുക്ക് നമ്മുടെ സുരേഷ് ഏട്ടനെ വിളിച്ചാലോ? സുരേഷ് ഗോപി സാർ. ശരി, സുരേഷ് ചേട്ടന്റെ സൗണ്ടും കൂടെ കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കോമഡി മാസ്റ്റേഴ്സിൽ പോണോ പാട്ടും കൊണ്ട് സൂപ്പർ സ്റ്റാറിൽ പോണോ. നിങ്ങളൊക്കെ ആരാ? നിന്നെ ആരാ ഇവിടെ വിളിച്ചത്? കൈയടിക്കാൻ പാടില്ല, കൈയടിക്കാൻ പാടില്ല. എന്റെ മകനെ നിങ്ങൾ കൈയടിച്ച് കൂട്ടിക്കൊന്നു. ഞങ്ങൾ അനാഥരാണല്ലേ? ഗുണ്ടകളാണോ? അല്ലല്ലേ? പ്രണയനില പൊഴകിറതേ. നീ ചിരിക്കരുത് മോനെ, നീ ചിരിക്കരുത്. ഇവിടെ വരുന്ന എല്ലാവരെയും നീ അയ്യോ മോനെ സ്തുതിയില്ല സംഗതിയില്ല എന്ന് പറഞ്ഞു. സൂപ്പർ. ഇപ്പൊ കൈയോടെ പൊക്കിക്കൊണ്ട് പോയാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും പെർഫോമൻസ് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് എന്ത് തോന്നി? ഓക്കെ ആണോ? പിന്നെ ഇത് മതി. പക്ഷെ ഇവിടെ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളല്ല ഇത്, ചേട്ടനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. അതായത് കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രമാണി എന്ന് പറയുന്നത് നമ്മുടെ ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ തീരുമാനം ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം. ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ലൈവായിട്ട് കണ്ടിട്ട് ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ബാറ്ററി ചാർജ് ആവും, നമുക്ക് കൊണ്ടുപോവാം. ഉറപ്പിച്ചു? എങ്കിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് സൂര്യജിത്തിനെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് വേദിയിലേക്ക്. ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത് സൂര്യജിത്തിനെ കോമഡി മാസ്റ്റേഴ്സിൽ. വെൽക്കം. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ ചേച്ചി, അമ്മയുടെ പ്രസന്റായാലും ഒരുപാട് താങ്ക് യു. എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ. ഇടയ്ക്ക് കാണാൻ വന്നോ വേണമെങ്കിൽ? ഞാനും കൂടി വരക്കണം. എവിടെ? മറ്റെന്തൊരു മാസ്റ്റേഴ്സിനാ കുട പിടിക്കാൻ അറിയാമോ? അറിയാം. ഇങ്ങനെ പിടിക്കും. മേക്കപ്പ് ചെയ്യാൻ അറിയാമോ? അറിയാം. ഇങ്ങനെയൊക്കെ ആക്കി തരും. ആഹാരം കൊണ്ട് തരാൻ അറിയാമോ? അറിയാം. ഇങ്ങനെ വാരി തരും. എന്നാ പിന്നെ വാ പോവാം. പോണേ. പോവാ. പോണേ. ഓൾ ദി ബെസ്റ്റ്. അവിടെ കാണാം.